ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മുത്തശ്ശൻ ആദർശിന് ഭയങ്കരമായൊരു ടാസ്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആദർശിൻ്റെ അഹങ്കാരത്തിന് പറ്റിയൊരു തിരിച്ചടി. സ്വന്തം ഭാര്യ, താലി കെട്ടിയ ഭാര്യയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാത്ത ആദർശിനോട് നയനിയും അതുപോലെ നീയും ഇനി സ്നേഹിക്കുന്ന ഒരു കാഴ്ചയാണ് തനിക്ക് കാണേണ്ടതെന്നും തൻ്റെ ജീവിതം അവസാനിക്കാറായി, ഇനിയെങ്കിലും കുറച്ച് നല്ല കാഴ്ചകൾ കാണണമെന്നും അദ്ദേഹം പറയുക. അപ്പോൾ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആദർശന് ഇനിയിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. മുത്തശ്ശനെ സംതൃപ്തിപ്പെടുത്തണം, അതുപോലെ തന്നെ അമ്മയും സംതൃപ്തിപ്പെടുത്തണം. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ആദർശ് ശരിക്കും ചെകുത്താനും കടലിനും നടുവിലായി എന്നുള്ള കാര്യം പറയാം. ചെകുത്താനെന്ന് പറയുന്നത് അമ്മയും, കടലെന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശനും, അതിന് യാതൊരു സംശയമില്ല. ഇതെല്ലാം അങ്ങനെ അവിടെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ നയന അവിടെ വീട്ടിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ അച്ഛൻ അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൂട്ടി, ആവശ്യമില്ലാത്തൊക്കെ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയായിരുന്നു. എന്തായാലും വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ച് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുന്നു. നയനയ്ക്കാണെങ്കിൽ ഇതൊന്നും വീട്ടിൽ തുറന്ന് പറയാനായിട്ട് കഴിയുന്നില്ല. നയന ശരിക്കും പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിന് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. പക്ഷെ മുത്തശ്ശനെ ഉപേക്ഷിച്ച് കളയാൻ ആദർശിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദർശ് എന്ത് ചെയ്തു, നേരെ നയനയെ കാണാൻ തന്നെ തീരുമാനിച്ചു. നയനയാണെങ്കിൽ ആദർശേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ, ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഭദ്രകാളി ഉറഞ്ഞു തുള്ളുന്നത് പോലെ ഒരു അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ആദർശിന് നയനയെ വിളിച്ചുകൊണ്ട് പോകാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭാര്യയെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനപരമായി പിരിയാമെന്നാണ് ആദർശ് വിചാരിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് ദേവയാനി അവിടെ കിടന്ന് വലിയ ഷോ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ അനി രണ്ടും കൽപ്പിച്ച് ദേവയാനിയോട് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരു കാര്യങ്ങളും വല്യമ്മ പറയുന്നതോ ചെയ്യുന്നതോ ഒന്നും ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ നയനേടത്തിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നവ്യേടത്തിയെ പോലെ അല്ല നയനേടത്തി. അത്രയ്ക്ക് നല്ല മകളാണ്, നല്ലൊരു മരുമകളാണ്, അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം, നിർത്തടാ, നീ എന്താണായി പറയുന്നത്, നീ ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. വല്യമ്മീനെ ഇനി തല്ലിയാലും കൊന്നാലും ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും. ഇത്രയും നാളും ഒന്നും പറയാതിരുന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. വല്യമ്മയ്ക്ക് അതിനെടുത്തിയപ്പോൾ ഒരു മരുമകളെ ഈ ജന്മം കിട്ടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മതി, നിർത്തടാ, ഇനി അവളുമാരെക്കുറിച്ചൊരു കാര്യം നീ മിണ്ടിപ്പോകരുത്. ഒരുത്തി എന്തായാലും ഈ വീടിൻ്റെ പടി കടന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഇനി മറ്റൊരുത്തി കൂടി ഇവിടെയുണ്ട്. അവളും കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ ഈ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടും, പഴയ ഐശ്വര്യമൊക്കെ തിരിച്ചു വരും എന്നും പറഞ്ഞ് അന്നേരം ദേവയാനി ഇതിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അതൊക്കെ വല്യമ്മയുടെ വെറും തോന്നലാണെന്നും പറഞ്ഞ് അനി പറയാം. നയനേടത്തി ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങി പോകുന്നതോടുകൂടി ഈ കുടുംബത്തിലെ ഐശ്വര്യം ഒന്നൊന്നായി കെട്ടടങ്ങി പോകത്തേ ഉള്ളെന്നും ഇവിടെ ഐശ്വര്യം തിരിച്ചു വരുമെന്നൊക്കെ ഉള്ളത് വല്യമ്മയുടെ വെറും ധാരണകൾ മാത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ശരിക്കും ദേവയാനിക്കിട്ടുള്ള കൊട്ടങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജലജയാണെങ്കിൽ ഇതിനകത്തേക്ക് ഇടപെട്ടു. അപ്പോൾ ജലജയോട് മിണ്ടാതിരിക്കാനാണ് ഈ പറഞ്ഞു. നിങ്ങളാ ഇതിനൊക്കെ കാരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇത് പറയാം. ഈ സമയത്ത് ആദർശ് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴേക്കും അമ്മ മകനോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഞാൻ കമ്പനി വരെ പോകും. നീ കമ്പനിയിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം? അല്ല, ഒരുത്തി ഇവിടെ നിന്ന് ഇപ്പോൾ പടിയിറങ്ങി പോയതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവളോട് പിന്നാലെ എങ്ങാനും പോവുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എത്രയെല്ലാം കാര്യങ്ങൾ അമ്മയോട് എങ്ങനെയെല്ലാം പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ മനസ്സിലാകാത്തതെന്ന് ചോദിക്കുകയാണ് ആദർശ്. അങ്ങനെ ആദർശ് അതും പറഞ്ഞ് അവിടെ നിന്ന് പോണേ. ആദർശ് നേരെ പോകുന്നത് നമ്മുടെ നയനയെ കാണാൻ. അങ്ങനെ നയനയാണെങ്കിൽ നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ടിങ്ങനെ വഴിയോരത്തിരിക്കുന്നത് പോലെ ഉമ്മറപ്പടിയിലിരിക്കുക. ആ സമയത്താണ് ആദർശ് നയനയ്ക്കരികിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അമ്മയുടെ കണ്ണിൽ പൊടിയിട്ട്, അല്ലെങ്കിൽ അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് നയനയ്ക്കരികിലേക്ക് ഓടിയെത്തി നമ്മുടെ ആദർശ്. അങ്ങനെ ആദർശിനെ കണ്ടപ്പോഴേക്കും നയനയ്ക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം നയന പ്രതീക്ഷിച്ച് തന്നെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ കൊണ്ടുപോകാനായിട്ട് വന്നതൊന്നുമല്ല. എന്തായാലും ആദർശ് വന്നു തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നയനയോട് പറയാനായിട്ട്. അപ്പോൾ ആർക്കും കുഴപ്പമുണ്ടാകരുതല്ലോ. അങ്ങനെ പറയാൻ വന്നതാണെന്ന് നയനയ്ക്ക് അറിയില്ല. നയന ഓടി ഇറങ്ങി ചെന്നു. അപ്പോൾ ആദർശ് ഇങ്ങനെ ഒരു പരിങ്കലും ചമ്മലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം നയനയുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ചമ്മലുണ്ട് ശരിക്കും. അങ്ങനെ പമ്മി ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അത് പിന്നെ, എന്താ ആദർശേട്ടാ, എന്തിനാ ആദർശേട്ടൻ വന്നതെന്ന് ചോദിച്ചു. എനിക്ക് എന്താ ഇനി താലി ഊരി മേടിക്കാൻ മറ്റോ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ആദർശ് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഒരിക്കലും ആദർശേട്ടൻ്റെ ജീവിതത്തിലേക്കോ ആ തറവാട്ടിലേക്കോ ശല്യത്തിനോ അവകാശത്തിനോ കയറി വരില്ല. പക്ഷേ
ഇനി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കഴുത്തിൽ മറ്റൊരു താലി കയറില്ലെന്നും ഈ താലി മരണം വരെ എനിക്ക് വേണമെന്നുള്ള കാര്യമൊക്കെ നയന ഇങ്ങനെ പറയാം. അപ്പം നയന അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, നീ എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എല്ലാവരുടെയും നടുവിൽ പെട്ടുപോയ ഒരാളാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും നടുവിൽ പെട്ടുപോയ ഒരാളെന്നല്ല, അമ്മയുടെ നടുവിൽ പെട്ടുപോയി എന്ന് പറയാനായിട്ടൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിനക്കറിയാവല്ലോ എൻ്റെ സ്വഭാവം എന്താണെന്ന്, ഞാൻ എന്താണെന്നും നിനക്കറിയാം. സ്വന്തം ഭാര്യയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാർ പുറത്ത് സ്നേഹം അധികം കാണിക്കാറില്ല. അതുപോലെയുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന് ഒരിക്കലെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷേ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഞാനത് പുറത്ത് ഒരുപാട് പ്രകടിപ്പിച്ച് കാണിക്കുകയില്ല. ഒരു പരുക്കൻ സ്വഭാവത്തിലൂടെ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയേ എനിക്കറിയുകയുള്ളൂ. എൻ്റെ മുത്തശ്ശൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. എൻ്റെ മുത്തശ്ശനെ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെന്നും ആ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ ആദർശ് പറഞ്ഞു. അപ്പോൾ നീ വിചാരിക്കുന്നത് പോലെ നിൻ്റെ കൂടെ ചിലപ്പോൾ ഇങ്ങനെ നടക്കാനൊന്നും കഴിഞ്ഞില്ലായിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം അത് എന്നും അവിടെ തന്നെ കെടാതെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉള്ളിലുള്ള സ്നേഹം അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചാൽ ഭാര്യയായ ഞാനതെങ്ങനെ അറിയും ആദർശേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ആദർശിന് കുറേ ന്യായങ്ങളൊക്കെ ഉണ്ട് പറയാനായിട്ട്. ആദർശ് കുറേ ന്യായങ്ങളൊക്കെ നയനയോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും തനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരിതിൽ ആത്മസംതൃപ്തി അടഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭർത്താവും ഭാര്യയും എന്നുള്ള നിലയിൽ നമ്മൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കാൻ ഇനിയും കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. അമ്മയുടെ മനസ്സ് മാറേണ്ടി വരും. അതോർത്ത് നീ വിഷമിക്കരുത്, അതിനൊക്കെയുള്ളൊരു വഴി തെളിഞ്ഞു വരും എന്നൊക്കെ ആദർശ് നയനയോട് പറഞ്ഞു. പിന്നെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്ന ആൾ എന്നും ഉള്ളിൽ സ്നേഹം അടക്കി വെക്കുകയുള്ളൂ, അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തെക്കുറിച്ച് കുറേ നയനയെ പഠിപ്പിച്ചു. അങ്ങനെ എന്നെ നീ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നയനയും ആദർശും തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നയനയുടെ മനസ്സിലുണ്ട്. പക്ഷേ അപ്പോഴും നയന തൃപ്തയല്ല. കാരണം ആദർശിൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടും സേഫാക്കിക്കൊണ്ടുമാണ് സംസാരിക്കുന്നത്. അവിടെ നയനയ്ക്ക് എന്താണ് ഇനി റോളെന്നുള്ള കാര്യം ആദർശ് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ നയനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മുടെ ആദർശ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും ആദർശ് പറഞ്ഞു, നീ വിഷമിക്കരുത്, ഞാൻ വരാം, നിന്നെ കൊണ്ടുപോകാനായിട്ട് വരാം, ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, അതുവരെ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന വീണ്ടും ആ ഒരു ലെവലിൽ തന്നെ സങ്കടത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ, ആദർശ് വന്നത് കൂട്ടിക്കൊണ്ടു പോകാനാണെന്നാണല്ലോ പാവം വിചാരിച്ചത്. പക്ഷേ ആദർശിൻ്റെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വരവായിരുന്നെന്നുള്ള കാര്യമല്ലേ ഇപ്പം മനസ്സിലാക്കിയത്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ആദർശ് അങ്ങ് പോയി. ഈ സമയത്ത് ദേവയാനി ഒരുമാതിരി മെനകെട്ട സ്വഭാവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. അപ്പോൾ ആദർശ് വന്നതും ഇവർ തമ്മിൽ സംസാരിച്ചതും ഒക്കെ നന്ദു കണ്ടു. അപ്പോൾ നന്ദു ചോദിച്ചു, എന്താ ഏട്ടത്തി, എന്താ ആദർശേട്ടൻ വന്നിട്ട് എന്താ പെട്ടെന്ന് പോയത്, ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ നന്ദുവിനോടുള്ള കാര്യം നമ്മുടെ നയന പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു, എന്തൊരു ഗതികേടാ ചേച്ചി, എന്തൊരു കഷ്ടമാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷേ ഇതെങ്ങാനും അച്ഛനും അമ്മയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേടിച്ചതുപോലുള്ളൊരു അറ്റാക്ക് അത് തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നയന നിൽക്കുന്നു. ഇത് ആരോടൊന്ന് തുറന്നു പറയുന്നത്, ആരുടെയും മുന്നിൽ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പോലും നയനയ്ക്ക് കഴിയുന്നില്ല. അങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. പക്ഷേ അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനി നയനയ്ക്കും അതുപോലെ ആദർശിനും വേണ്ടിയിട്ട് ഇങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കുക ദേവയാനിയുടെ മുന്നിൽ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദേവയാനിയെ ചൂട് പിടിപ്പിക്കാനായിട്ട് ജലജ ഇടയ്ക്കിടയ്ക്ക് ദേവയാനിയെ സന്ദർശനത്തിന് എത്തുന്നു. അപ്പോഴേക്കും ദേവയാനിയുടെ ഉള്ളിലെ ആ ഒരു തീപ്പൊരി വീണ്ടും വീണ്ടും ആളിക്കത്തുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇതേ സമയത്ത് മുത്തശ്ശിയായിട്ട് സംസാരിച്ച് അങ്ങനെ ആ മുത്തശ്ശിയും തമ്മിലുള്ള ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. എന്തായാലും മുത്തശ്ശിയും അതിന് ശേഷവും ഇങ്ങനെ സംസാരിക്കുന്നു ആദർശിനെയും നയനയെയും പറ്റി. അപ്പോൾ ആദർശിനോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി മുത്തശ്ശിയോട് പറയാം, ഞാൻ ഇന്ന പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവരതൊക്കെ അനുസരിക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നും പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ഇതിനെപ്പറ്റി ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നയനമോള് പോയത് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയതിന് തുല്യമാണെന്നുള്ള കാര്യം മുത്തശ്ശിക്കും അറിയാമല്ലോ. അപ്പോൾ ആ കാര്യം അവർ പറയുകയും ചെയ്തു. വീണ്ടും അവരത് പറയുന്നുണ്ട്. ഇത് ദേവയാനിയോട് പറയുമ്പോഴോ ദേവയാനിക്ക് ഈ ലോകം കണ്ടതിൽ ഏറ്റവും ശത്രുവായി മാറിയിരിക്കുന്ന നയന. ആ നയനയെ അറ്റുകുത്തിപ്രാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അവളിനി ഈ വീടിൻ്റെ പടി കിടക്കില്ല, അവൾ പോയതോടുകൂടി ഇവിടെ സ്വസ്ഥത വരും, പിന്നെ അടുത്തവൾ പോകുമ്പോൾ സ്വസ്ഥത വരും, ഇങ്ങനെയൊക്കെ ഇത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണെങ്കിലും ഈ ദേവയാനി എത്ര ഉയരത്തിൽ പറഞ്ഞാലും ആദർശിൻ്റെ മനസ്സിൽ നയനയ്ക്കുള്ള സ്ഥാനം മനസ്സിലാക്കി കഴിയുമ്പോൾ അതേപോലെ തന്നെ താഴേക്ക് വരികയും ചെയ്യും.
അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ കയറിയ ദേവയാൻ കീട്ടിവെട്ട് പണി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതോടുകൂടി നയനയും ഒക്കെ അംഗീകരിച്ച് മര്യാദയ്ക്കൊരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥയിലേക്കും വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. അപ്പോൾ പ്രമേയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഥയിലെ ഡയലോഗുകളിൽ ചില മാറ്റങ്ങളൊക്കെ വരാമെങ്കിൽ പോലും നമ്മുടെ കഥ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കഥ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.